നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ ഓർഗാനിസത്തിൻ്റെ അകത്തും ഈ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടോ ഇല്ലയോ? നിങ്ങൾക്കുള്ള ഒരു ചോദ്യമാണിത്. ഒന്നുകൂടെ പറയാം. നമ്മുടെ എർത്തിലുള്ള എല്ലാ ലിവിങ് ഓർഗാനിസംസിൻ്റെ അകത്തും ഈ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രക്രിയ നടക്കുന്നുണ്ടോ ഇല്ലയോ? നടക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ആർ.എച്ച്. വിറ്റേക്കർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ഭൂമിയിലുള്ള എല്ലാ ജീവനുള്ള ജീവികളെയും ഓൾ ലിവിങ് ഓർഗാനിസത്തിനെയും 5 കിണ്ഡത്തിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ 5 കിണ്ഡം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ 5 കിണ്ഡത്തിലുള്ള എല്ലാ മെമ്പേഴ്സിലും റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. നമുക്ക് 2 ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ആണുള്ളത്. ഏതൊക്കെയാണ്? എസെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്. ഈ 5 കിണ്ഡത്തിലുള്ള മെമ്പേഴ്സിൽ ചിലരിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, ചില ആൾക്കാരിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, ചിലരിൽ രണ്ടും നടക്കുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം, കിണ്ഡം മൊണീറ എന്ന് പറഞ്ഞിട്ടുള്ള കിണ്ഡത്തിൽ ആരാണ് വരുന്നത്? ബാക്ടീരിയാസ് ആണ് വരുന്നത്. ഈ ബാക്ടീരിയാസിൻ്റെ അകത്ത് മേജർ എത്ര ബാക്ടീരിയാസ് ഉണ്ടോ അതിൽ മെജോറിറ്റി ഓഫ് ദ ബാക്ടീരിയാസ് അവരെങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? ദേ റീപ്രൊഡ്യൂസ് അസെക്ഷലി. ചില ബാക്ടീരിയയിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ പ്രസൻ്റ് ആണ്. പ്രോട്ടിസ്റ്റിൻ്റെ കേസിലോ അവരുടെ മെയിൻ കോമൺ ആയിട്ടുള്ളത് കോമൺലി അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് വഴിയാണ്? അസെക്ഷൽ റീപ്രൊഡക്ഷനാണ്. ചില പ്രോട്ടിസ്റ്റേൻ്റെ അകത്ത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, ചില പ്രോട്ടിസ്റ്റേഴ്സിൽ രണ്ടും ഉണ്ട്, അസെക്ഷലും ഉണ്ട് സെക്ഷലും ഉണ്ട്, ബേസ്ഡ് ഓൺ ദ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്. ഇനി ഫംഗീൻ്റെ കേസിലോ അവരുടെ കേസിലും ചില ആൾക്കാർ അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫംഗി എന്ന് പറഞ്ഞ കിണ്ഡത്തിൽ വരുന്ന ചില മെമ്പേഴ്സ് അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് അസെക്ഷലി ആണ്, ചില ആൾക്കാർ സെക്ഷലി. ചില മെമ്പേഴ്സിൻ്റെ കേസിൽ രണ്ടും ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്. പ്ലാന്റിൻ്റെ കേസിൽ പ്ലാന്റ് എന്ന് പറഞ്ഞ കിണ്ഡത്തിൽ ഉൾപ്പെടുന്ന മെമ്പേഴ്സാണ് പ്ലാന്റ്സ്. ഓക്കെ, അവരിൽ മോസ്റ്റ് പ്ലാന്റ്സ് അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് വഴിയാണ്? സെക്ഷലിയാണ്. ചില ആൾക്കാർ അസെക്ഷൽ റീപ്രൊഡക്ഷൻ, ചിലതിൽ രണ്ടും ഉണ്ട്. നമുക്ക് ഇനി അടുത്തതാണ് ആനിമാലിയ. കിണ്ഡം ആനിമാലിയയിൽ വരുന്ന മെമ്പേഴ്സിൽ മോസ്റ്റ് മെമ്പേഴ്സ് ഏതാണ്? അവരുടെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഏതാണ്? സെക്ഷലിയാണ് അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷനും പ്രസൻ്റ് ആണ്. നമുക്കറിയാം, ആംഫീബിയൻസ്, ഫിഷ്, റെപ്റ്റൈൽസിൻ്റെ അകത്ത് ചില ആൾക്കാർ സെക്ഷൽ റീപ്രൊഡക്ഷനാണ് ഫോളോ ചെയ്യുന്നത്. ബേർഡ്സ്, മാമൽസ് ഇവരൊക്കെ സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്. നമുക്ക് ഹ്യൂമൻസ് ഏതിലാണ് വരുന്നത്? മാമൽസിലാണ് വരുന്നത്. അപ്പം നമ്മളിൽ എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷനാണ്. ഇനി നമുക്ക് എന്താണ് ഈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നും എന്താണ് ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നും നോക്കാം. എന്താണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ? നമുക്ക് പേര് തന്നെ ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽ. അസെക്ഷൽ മീൻസ് എന്താണ്? പുതിയൊരു ഓർഗാനിസത്തിന് അല്ലെങ്കിൽ പുതിയൊരു ഇൻഡിവിജ്വലിനെ ഉണ്ടാക്കാൻ ഒരൊറ്റ പാരൻ്റാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. എന്ന് വെച്ചാൽ സിംഗിൾ പാരൻ്റ് മതി. ഈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കേസിൽ സിംഗിൾ പാരൻ്റ് മതി. എന്തിന്? ഒരു പുതിയൊരു ഇൻഡിവിജ്വലിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ പറയുക, ഒരു സിംഗിൾ പാരൻറ്റിൻ്റെ അകത്തുനിന്ന് എന്തുണ്ടാവും? പുതിയൊരു പുതിയൊരു ഇൻഡിവിജ്വൽ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന ഇൻഡിവിജ്വലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓഫ് സ്പ്രിങ് എന്ന് പറയുന്നത്. ഓഫ് സ്പ്രിങ്. അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ എങ്ങനെയാണ്? ഒരു സിംഗിൾ പാരൻറ്റിൻ്റെ അകത്തുനിന്നാണ് ഒരു പുതിയൊരു ഇൻഡിവിജ്വൽ ഉണ്ടാവുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന അങ്ങനെ ചെയ്യുന്ന റീപ്രൊഡക്ഷനാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ? സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കേസിൽ നമുക്ക് 2 പാരൻസ് വേണം, ഓഫ് ഓപ്പോസിറ്റ് സെക്സ്. 2 പാരൻസും വേണം. അതും എന്താവണം? ഓപ്പോസിറ്റ് സെക്സ് ആയിരിക്കണം. അപ്പം മെയിലാണെങ്കിൽ മെയിലും ഫീമെയിലും. അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ അകത്ത് ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ പാരൻറ്റിൻ്റെ അകത്തുനിന്ന് ഉണ്ടാവുന്ന കുട്ടി ഉണ്ടല്ലോ, അവർ പാരൻറ്റിൻ്റെ സെയിം കോപ്പി ആയിരിക്കും. എന്ന് വെച്ചാൽ ഐഡൻറ്റിക്കൽ ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും. സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? അവരുടെ കേസിൽ അവിടെ 2 പാരൻസ് വേണം, ഓപ്പോസിറ്റ് സെക്സ് ആയിരിക്കണം. ഓക്കെ, അവരങ്ങനെ പുതിയൊരു ഓർഗാനിസത്തിനെ ഉണ്ടാക്കും. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽ. അപ്പോൾ സെക്ഷൽ മീൻസ് 2 പാരൻസ് ഇൻവോൾവ് ചെയ്തിട്ട്
എന്താണ് പുതിയൊരു ഓർഗാനിസത്തിനെ ഉണ്ടാക്കുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മുടെ കേസിൽ ഏതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? നമ്മൾ മാമൽസ് ആയിട്ടുള്ള ഹ്യൂമൻസിൻ്റെ അകത്ത് സെക്ഷൽ റീപ്രൊഡക്ഷനാണ് നടക്കുന്നത്.